ഇതിപ്പോൾ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞതിൻ്റെ ഫയൽ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കോപ്പി ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, വീഡിയോ എഡിറ്റേഴ്സിന് വർക്ക് ചെയ്യാൻ. സോ നല്ല നേരത്തെ നല്ല വിശപ്പ് വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 12:30 മണിയാകുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. സാധാരണ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്, പക്ഷേ ഇന്ന് ഞാൻ എന്ത് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. നേരെ എന്ത് ചെയ്ത് നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലമുണ്ട്, അതേപോലെ ബിരിയാണി മന്തിയൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ നമ്മുടെ സിറ്റിയിൽ തന്നെ ആയതുകൊണ്ട് ഞാനിന്ന് ചൂസ് ചെയ്ത് നാടൻ ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലാണ് പോയത്. നല്ല വെയിലാട്ടോ, ഒരു ഹെവി വെയിൽ. സോ അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു മാനുഫാക്ചറിനെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ത്രൂ പറഞ്ഞതാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പം. സോ ആൾ ഒറ്റയ്ക്ക് നമുക്ക് റിജക്ഷൻ തന്നു. നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി തന്നില്ല കേട്ടോ. അത്രയ്ക്കും എന്ത് ചെയ്യുന്നു, റിജക്ഷൻ ചെയ്യുന്നു. ദെൻ നമ്മളിതാ ഫുഡ് കഴിക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഫുഡാട്ടോ. നല്ല മീൻ കറിയും മീൻ പൊരിച്ചും ഒക്കെ കൂടിയിട്ട് 110 രൂപയുള്ളൂ. പക്ഷെ അടിപൊളി ഫുഡാണ്. അപ്പോൾ നമ്മൾ നാടൻ ഭക്ഷണമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടേക്ക് വരില്ലേ. അതേപോലെ ആ ഒരു കസ്റ്റമറാണ് ആദ്യമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചറാണ് ആദ്യമായിട്ട് നമുക്ക് റിജക്ഷൻ തന്നത്. നമ്മൾ എന്താ പറയുക, നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ് എന്ത് ചെയ്തു, നമ്മളെ റിജക്ഷൻ അടിച്ചു പോയി. കുഴപ്പമില്ല, നമ്മൾ വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല ഗ്രോത്ത് നമ്മൾ ഓരോ കമ്പനിക്ക് കൊടുക്കുമ്പോൾ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ റിജക്ഷൻ നല്ലതാണ്. ഈ റിജക്ഷൻ്റെ ഭാഷയിൽ അടുത്ത ആൾക്കാരെ പിടിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കാരണം ഓൾറെഡി ഇപ്പോൾ നമുക്ക് വേണ്ട കാറ്റഗറീസൊക്കെ ആയി. പക്ഷെ എന്നാൽ പോലും നമ്മൾ അഡീഷണലായിട്ട് സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ഡിമാൻഡഡ് ആയുള്ള പ്രൊഡക്ട്സ് കിട്ടുമെന്നാണ് നോക്കുന്നത്. ഹോം ഡെക്കോസിന് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്താനും നമുക്ക് സെയിൽസ് ഗ്രോ ചെയ്യാനും നമ്മളെ ബ്രാൻഡിനെ മേക്ക് ചെയ്യാനൊക്കെ അത് നല്ലതോളം സപ്പോർട്ട് ചെയ്യും. ഓക്കെ, എല്ലാവർക്കും അറിയാം നമുക്ക് ഡിമാൻഡുള്ള പ്രൊഡക്ട്സിനാണ് ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക, സെയിൽസ് നടക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഞാനും പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി മെറ്റാ പേജസും കാര്യങ്ങളൊക്കെ ഈ ബ്രാൻഡിന് വേണ്ടി നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ആഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ആഫ്റ്റർ ലോഞ്ചിന് ശേഷമായിരിക്കും നമ്മൾ ഹെവി ആയിട്ട് ആഡ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. പക്ഷെ നല്ലൊരു ഓൺലൈൻ പ്രസൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഇന്ന് ബസ്സിന് കയറിയപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി സോങ്സ് ചെയ്യുന്നുണ്ടും. കുറേ കാലത്തിന് ശേഷമാണ് അങ്ങനത്തെ ബസ്സിലൊക്കെ ഇങ്ങനത്തെ ഓരോ സോങ് കേൾക്കണം. പക്ഷെ അടിപൊളിയായിരുന്നു, നല്ല യാത്ര ചെയ്യാൻ നല്ല മൂഡുണ്ടായിരുന്നു, നല്ല സോങ്സ് ചെയ്യുന്നു. അങ്ങനെ നാട്ടിലെത്തിയതിന് ശേഷം അങ്ങനെ സാധനം വാങ്ങാൻ കടയിൽ പോയപ്പോഴാണ് പുറത്ത് നല്ല ആൾക്കൂട്ടം. ഞാനെന്ത് ക്യാമറയുടെ അവിടെ പോയി. അപ്പോൾ കുറച്ച് നായ്ക്കുട്ടികളാണ്. അപ്പോൾ അവർ റോട്ടുമ്പിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നാട്ടുകാരെന്ത് ചെയ്യണം, അതിന് ഒരു ബോക്സിലാക്കിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യാം കേട്ടോ. പക്ഷെ നല്ല നായ്ക്കുട്ടികളായിരുന്നു കേട്ടോ ഒക്കെ.